CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. പാമ്പാടി കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിലെ മുതിർന്ന CPM നേതാവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വൈക്കം വിശ്വൻ പതാക ഉയർത്തിയതോടെയാണ് 3 ദിനങ്ങൾ നീണ്ടുനിൽക്കുന്ന CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. പാമ്പാടി തട്ടിൽപ്പള്ളി ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടി സംഘടനാ സമ്മേളനത്തിൽ പാർട്ടിയെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചുമെല്ലാം വലിയ വിമർശനമുണ്ടായിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ ഫലപ്രദമായി പുതുക്കാനാണ്. കേവലം സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തിരഞ്ഞെടുത്ത് പോകാനല്ല. ഓരോ സമ്മേളനവും കൃത്യമായ ധാരണയനുസരിച്ച് ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടക്കുക. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വിമർശനവും സ്വയം വിമർശനവുമാണ്. അതുകൊണ്ട് ഈ വാർത്ത എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വിമർശനവും സ്വയം വിമർശനവും ഇല്ല എന്നതാണ് വാർത്ത. അല്ലാണ്ട് പാർട്ടി തന്നെ കൃത്യതയോടുകൂടി സംഘടനാപരമായി രാഷ്ട്രീയമായി കഴിഞ്ഞ 3 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമെന്താണ്, നേട്ടമെന്താണ്, കോട്ടമെന്താണ്, വിമർശനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും സമീപിക്കാനും സ്വയം വിമർശനപരമായി ഓരോന്നിനെയും തിരുത്താനും കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ പുതുക്കാനും പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 289 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 5 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മുന്നണിയിലെ ഘടകകക്ഷി ബന്ധങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ജനുവരി 5-ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.